ഒരു 10:30 ആയപ്പോഴത്തേക്കും ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ രാമോജി ഫിലിം സിറ്റിയിലോട്ട് വിട്ടു. ആക്ച്വലി 9 മണിക്കായിരുന്നു ഓപ്പണിംഗ്, പക്ഷേ ഞാൻ എണീറ്റ് വരാൻ വേണ്ടിയിട്ട് ലേറ്റായി. അവിടെ നമുക്ക് ബസ് ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു അടുത്ത ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ ബസ്സൊക്കെ നമുക്ക് മറ്റേ കരളി കരളിൻ്റെ കരളി എന്ന് പറയുന്ന പാട്ടിനകത്തൊക്കെ കാണാൻ പറ്റും. ഫേമസ് ബസ്സാണ്. സോ ആദ്യം നമ്മൾ പോയത് മഹാഭാരതം സെറ്റിലാണ്. അവിടെ ശ്രീകൃഷ്ണനും പരിവാരങ്ങളൊക്കെ അവിടെ സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാഹുബലി സെറ്റിൽ പോയി. എന്നിട്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. സിംഹാസനത്തിൽ കയറി. പിന്നെ ശിവനെയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ നമ്മൾ അനുഷ്ക ചേച്ചിയെ കണ്ട് ഹായ് പറയാതിരിക്കാൻ പറ്റുമോ? പുള്ളിക്കാരി ചെയിനിൽ തടങ്ങല്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തിനെ പൂട്ടിയിട്ട സ്ഥലമൊക്കെ നമ്മൾ നോക്കി. അവിടെ ഒരു കൊച്ചു ചെറുക്കൻ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് മഡ്ക എന്ന് പറഞ്ഞിട്ട് ഒരു ബാർ സെറ്റപ്പ്, ഐ മീൻ പാർട്ടി ഡാൻസ് ഒക്കെ ചെയ്യുന്ന സെറ്റപ്പിലോട്ടായിരുന്നു. പിന്നെ നമ്മൾ യൂറോപ്യൻ ടൗണിൽ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അവതാർ മൂവിയൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള ട്രിക്കൊക്കെ ഒരു ചേച്ചി കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂറോപ്യൻ ടൗണിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി. നമ്മൾ ആക്ച്വലി അധികം ഫോട്ടോ എടുത്തില്ല. ഞാനിപ്പോൾ ഫോട്ടോ ഒന്നും അധികം എടുക്കാറില്ല, അതുകൊണ്ടല്ല, അമ്മ നന്നായിട്ട് ഫോട്ടോ എടുക്കത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹവാമഹലിൻ്റെ മോഡലിലോട്ട് പോയി. ആക്ച്വലി അത് ഹവാമഹലുമായിട്ട് ഒരു ബന്ധവും ഇല്ല, പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാപ്പനീസ് ഗാർഡനിൽ പോയി. അവിടെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പക്ഷിയുടെ കുളിസിയും കാണാൻ പോയി. നല്ല രസമുണ്ടായിരുന്നു ഒരു കുളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലൊന്നും അല്ല, ഒരുത്തം കണ്ടില്ല കുളിക്കാതെ തലയുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓസ്ട്രിച്ച് അണ്ണനെ കാണാൻ പോയി. അവൻ്റെ മുട്ടയും കാണാൻ പോയി. മുട്ട കണ്ടോ എൻ്റെ പൊന്നെ, നമുക്ക് 2 ദിവസത്തേക്ക് പൊരിച്ച് തിന്നാനുള്ള മുട്ടയുണ്ട് അവൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ എക്സിറ്റിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് മനസ്സിലാകത്തില്ല അവരുടെ പല ട്രിക്സും കാര്യങ്ങളും ഒക്കെ, ബട്ട് എന്നാലും കുറേയൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ച് ട്രിക്സ് കാണാൻ പോയി. ഈ മൂവീസിലൊക്കെ ഈ വണ്ടി ഓടിക്കുന്നതൊക്കെ കാണിക്കുന്ന ട്രിക്സൊക്കെ അവർ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സാധനത്തിനകത്തോട്ട് കയറി. ഞാനും അമ്മയും കയറിയിട്ടുണ്ടായിരുന്നു കുതിരപ്പുറത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിള്ളേരുടെ സെറ്റൊക്കെ കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമുക്ക് തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സുണ്ട്. ക്യാബ് സർവീസ് വേണമെങ്കിലും വിളിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്